ഹോട്ടൽ മുറിയിൽ വെച്ചും മകൾ കൂടെയുള്ളപ്പോൾ ശാരീരികമായി ബന്ധപ്പെടാൻ സമ്മതിച്ചാലേ മകളെ കാണാൻ അനുവദിക്കൂ എന്നുള്ള ആദ്യ ഭർത്താവിൻ്റെ വാശിക്ക് മുൻപിൽ ശുഭ തളർന്നിരുന്നു. അയാളുടെ ആ മെസ്സേജ് വായിക്കും തോറും അവളിലെ തളർച്ച കൂടിക്കൂടി വന്നു. സാരമില്ല, അവൾ സ്വയം പറഞ്ഞു. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും എനിക്ക് എൻ്റെ മകളെ കാണണം. അവളെ കണ്ടിട്ട്, അവളോടൊപ്പം ഉണ്ടിട്ട്, അവളെ ഊട്ടിയിട്ട്, അവളെ വാരിയെടുത്ത് മാറോട് ചേർത്തിട്ട്, അവളെ മുത്തം വെച്ചിട്ട്, അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ട് മാസങ്ങളായി. ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ശുഭയുടെ നെഞ്ചകം മകളെ കാണാനായി പിടച്ചു. ഈ ആഗ്രഹങ്ങളെല്ലാം കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് സാധിക്കാനാണ് ഏതെങ്കിലും ഹോട്ടൽ മുറിയിലേക്ക് മകളെ കൊണ്ടുവരുമോ എന്ന് ആദ്യ ഭർത്താവിനോട് ശുഭ അപേക്ഷിച്ചത്. അപ്പോഴാണ് ആ റൂമിൽ വെച്ച് ശാരീരികമായി ബന്ധപ്പെടാൻ സമ്മതിച്ചാലേ മകളെ കൊണ്ടുവരികയുള്ളൂ എന്ന് അയാൾ വാശി പിടിച്ചത്. ദുഷ്ടൻ. ആദ്യ ഭർത്താവുമായി പിരിയുമ്പോൾ ശുഭ ആഗ്രഹിച്ച പോലെ കോടതി മകളെ ശുഭയുടെ കൂടെ വിട്ടു. എന്നാൽ തൻ്റെ മകളോടുള്ള രണ്ടാം ഭർത്താവിൻ്റെ പെരുമാറ്റത്തിൽ പിശകുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ശുഭ മകളെ വീണ്ടും ആദ്യ ഭർത്താവിനെ ഏൽപ്പിച്ചത്. അതിൻ്റെ പേരിൽ രണ്ടാം ഭർത്താവുമായി വഴക്കുണ്ടായി. അന്നു മുതൽ മകളെ കണ്ടിട്ടില്ല. കാണാൻ പോകാൻ രണ്ടാം ഭർത്താവ് സമ്മതിച്ചിട്ടില്ല എന്നതാണ് സത്യം. മകളെ കാണാൻ ഇനി ശ്രമിച്ചാൽ അതിൻ്റെ പേരിൽ ഈ ബന്ധവും വേർപെടേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് ആരും കാണാതെ ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലാമെന്ന് ശുഭ പറഞ്ഞത്. എന്തായാലും എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ മകളെ കാണണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മകളെ കാണാതെ ശുഭയുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. ഗർഭപാത്രത്തിനുള്ളിൽ ഉരുൾ പൊട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. നാളെ ഞായറാഴ്ചയാണ്. മറ്റുള്ള ദിവസങ്ങളിലെല്ലാം രണ്ടാം ഭർത്താവ് രാത്രി നല്ലപോലെ മദ്യപിക്കുമെങ്കിലും ഞായറാഴ്ച രാവിലെ മുതൽ മദ്യപാനമായിരിക്കും. അയാളുടെ കുറച്ച് കൂട്ടുകാർ വീട്ടിലേക്ക് വരും. പിന്നെ തീറ്റയും കുടിയും മാത്രം. അതിനിടയിൽ ഭാര്യ എവിടെ പോയാലും അയാൾക്ക് പ്രശ്നമില്ല. അന്നേരം അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മദ്യവും കൂട്ടുകാരും മാത്രം. നാളെ കൃത്യം 11 മണിക്ക് ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ വരും. മകളെ കൂട്ടി നിങ്ങൾ അവിടെ വരണം. ഞാനിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ്. എങ്കിലും നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. എനിക്കെൻ്റെ മകളോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും ഓരോ സ്വർഗങ്ങളാണ്. ആ സ്വർഗങ്ങൾക്ക് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്. ആദ്യ ഭർത്താവിന് മെസ്സേജ് അയച്ച് ശുഭ മറുപടിക്കായി കാത്തിരുന്നു. ഓക്കെ എന്ന് മറുപടി വന്നപ്പോൾ അവൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് കട്ടിലിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്ന രണ്ടാം ഭർത്താവിൻ്റെ അരികിൽ അവൾ കിടന്നുറങ്ങി. ആ മുറിയിൽ തിങ്ങി നിൽക്കുന്ന മദ്യത്തിൻ്റെ മണം എന്നത്തെയും പോലെ ഇന്നും അവളുടെ ഉറക്കം കെടുത്തി. വെളുപ്പാങ്കാലത്ത് എപ്പോഴുമാണ് ശുഭ ഉറങ്ങിയത്. നേരം വെളുത്ത് ക്ലോക്കിൽ നോക്കിയപ്പോൾ 7:30 മണി. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് മുറ്റമടിച്ച് വീടെല്ലാം തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങൾ കഴുകി ചോറ് വെച്ച് ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് വെട്ടിക്കറി വെച്ചു. വേഗം മറ്റു പണികളെല്ലാം കഴിച്ച് കുളിക്കാനായി കയറി. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ 9 മണി കഴിഞ്ഞു. വീടിൻ്റെ മുറ്റത്ത് ഭർത്താവും കൂട്ടുകാരും മദ്യപാനം ആരംഭിച്ചിരിക്കുന്നു. ശുഭ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി. എന്നത്തെക്കാളും ഞാനിന്ന് സുന്ദരിയായിരിക്കുന്നു, ശുഭ അവളോട് തന്നെ പറഞ്ഞു. ബാഗുമെടുത്ത് അവൾ മുറ്റത്തിറങ്ങി. ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നു, വരുമ്പോൾ വൈകും, അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞു. അതിനു മറുപടിയായി മദ്യലഹരിയിൽ ആ കൂട്ടത്തിലെ ആരോ ഒരു നാടൻ പാട്ട് പാടി. ഗുരുവായൂർക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ ശുഭയുടെ ചിന്തകൾ അവളുടെ തലച്ചോറിനെ പഴുപ്പിച്ചുകൊണ്ടേയിരുന്നു. ആദ്യ ഭർത്താവ് മദ്യപിക്കില്ലായിരുന്നു. നല്ല സ്വഭാവമായിരുന്നു. നല്ലൊരു ജോലിയും തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയും ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതുകൊണ്ടാകാം അയാൾക്കെന്നും മാതാപിതാക്കളോട് നല്ല സ്നേഹമായിരുന്നു. എന്നുവെച്ച് ഭാര്യയെ അയാൾ സ്നേഹിക്കാതിരുന്നില്ല. ഭാര്യ അർഹിക്കുന്ന സ്നേഹവും സ്ഥാനവും അവൾക്കും അയാൾ നൽകിയിരുന്നു. പക്ഷെ ഭാര്യയ്ക്കത് പോരായിരുന്നു. ഭർത്താവ് മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിൽ അവൾക്ക് അമർഷം തോന്നി. തന്നെക്കാൾ കൂടുതൽ ഭർത്താവ് മാതാപിതാക്കൾക്ക് സ്നേഹവും കരുതലും കൊടുക്കുന്നു എന്ന അനാവശ്യ ചിന്ത അവളെ അസ്വസ്ഥമാക്കാൻ തുടങ്ങി. തൻ്റെ ഭർത്താവ് തനിക്കും മകൾക്കും മാത്രം അവകാശപ്പെട്ടതായിരിക്കണമെന്ന് അവൾ വാശി പിടിച്ചു തുടങ്ങി. അവളിലെ സ്വാർത്ഥത അവളുടെ മനസ്സിനെ കരിപൂശി. മാതാപിതാക്കളെ ഉപേക്ഷിച്ച് നമുക്ക് മറ്റൊരു വീട് വെച്ച് താമസിക്കാം എന്നവൾ പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. പിന്നെ ആ ബന്ധം അവസാനിച്ചത് വിവാഹമോചനത്തിലാണ്. ഗുരുവായൂർ നടയിലെത്തിയപ്പോൾ അച്ഛനും മകളും അവിടെ ശുഭയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മകൾ അമ്മയെ കണ്ടപ്പോൾ ഓടി വന്നു. ശുഭ മകളെ എടുത്ത് കുറേ ഉമ്മകൾ നൽകി. പോയി തൊഴുതിട്ട് വരൂ, അയാൾ ശുഭയോട് പറഞ്ഞു. വരൂ, നമുക്കൊരുമിച്ച് തൊടാം എന്ന് ശുഭ പറഞ്ഞെങ്കിലും അയാൾ ആ ക്ഷണം നിരസിച്ചു. അമ്മയും മകളും ക്യൂവിൽ നിന്ന് കണ്ണൻ്റെ തിരുമുമ്പിലെത്തിയപ്പോൾ ശുഭയുടെ ഉള്ളിൽ കണ്ണീരിൻ്റെ 1000 കടൽ ഇരമ്പിയെങ്കിലും അവളുടെ ഇമകൾ നനഞ്ഞില്ല. കണ്ണനോട് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടായിരുന്നെങ്കിലും മകളെ കണ്ട സന്തോഷത്തിൽ
അവളതെല്ലാം മറന്നുപോയിരുന്നു. അവർ തൊഴുതു പുറത്തിറങ്ങിയപ്പോൾ അയാളെ അവിടെ ഒന്നും കണ്ടില്ല. ശുഭ മൊബൈലിൽ വിളിച്ചപ്പോൾ അയാൾ ഹോട്ടലിൻ്റെ പേരും റൂം നമ്പറും പറഞ്ഞു കൊടുത്തു. മകൾക്ക് ആവശ്യമുള്ള കളിപ്പാട്ടങ്ങളെല്ലാം വാങ്ങിക്കൊടുത്ത് ഹോട്ടൽ റൂമിലേക്ക് ചെന്നപ്പോൾ അയാൾ അവർക്ക് വേണ്ടി ഭക്ഷണവും വാങ്ങി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ശുഭ മകൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. അവളും കഴിച്ചു. കഴിക്കുന്നില്ലേ എന്ന് ശുഭ അയാളോട് ചോദിച്ചപ്പോൾ അയാളുടെ കണ്ണുകൾ നിറയുന്നത് അവൾ കണ്ടു. പിരിയുന്നതിന് മുൻപ് എന്നും സ്നേഹത്തോടെ പരസ്പരം വാരിക്കൊടുത്ത് ഊട്ടുമായിരുന്നു. ഇന്നൊരു ഉരുള അവൾ എനിക്ക് വാരി തന്നെങ്കിലെന്ന് അയാൾ വെറുതെ ആഗ്രഹിച്ചു. പാടില്ല, അവൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. അനാവശ്യ ചിന്തകൾ പാടില്ല എന്ന് അയാൾ മനസ്സിനെ ശാസിച്ചു. ഭക്ഷണം കഴിക്കാൻ അയാൾക്ക് തോന്നിയില്ല. അമ്മയും മകളും ഭക്ഷണം കഴിക്കുന്നതും സന്തോഷം പങ്കുവയ്ക്കുന്നതും അയാൾ നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മകൾ ഉറങ്ങി. ശുഭ അയാളുടെ മുൻപിൽ വന്ന് നിന്നു. തൻ്റെ സാരി അഴിച്ചു. അയാളെ കെട്ടിപ്പിടിച്ച് നിങ്ങൾക്കിപ്പോൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞ് അയാളുടെ ചെവിയിൽ സ്നേഹത്തോടെ മെല്ലെ കടിച്ചു. അയാൾ ശുഭയുടെ മുഖം തൻ്റെ കൈകളിലെടുത്ത് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. നീ എന്നെ വിട്ടുപോയതിൻ്റെ വിഷമവും ദേഷ്യവും കൊണ്ടാണ്. മകളെ കൊണ്ടുവരണമെങ്കിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് ശാരീരിക ബന്ധത്തിന് സമ്മതിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ മകളെ കാണുന്നതിനും അവളോടൊപ്പം സന്തോഷം പങ്കുവെക്കുന്നതിനും മറ്റൊരാളുടെ ഭാര്യയായിരുന്നിട്ടും നീ ശാരീരിക ബന്ധത്തിന് സമ്മതിച്ചപ്പോൾ നിന്നിലെ ആ മാതൃത്വത്തിൻ്റെ മുമ്പിൽ എന്നിലെ ദേഷ്യവും വിഷമവും വികാരവും അലിഞ്ഞുപോയി. നിന്നിലെ ഈ മാതൃത്വം എല്ലാ അമ്മമാരിലും ഉണ്ടെന്ന കാര്യം മുമ്പേ നീ ഓർത്തിരുന്നെങ്കിൽ ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ വേർപിരിയുമ്പോൾ ഇതേ ദുഃഖം അനുഭവിക്കുമെന്ന് നീ മുമ്പേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ പിരിയില്ലായിരുന്നു. നീയും മകളും എന്നെന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നേനെ. ഇത്രയും പറഞ്ഞ് അയാൾ ആ മുറി വിട്ട് പുറത്തിറങ്ങി. ശുഭ മരവിച്ച മനസ്സും ശരീരവുമായി മകൾ ഉണരുന്നതും കാത്തിരുന്നു. മകൾ ഉണർന്നപ്പോൾ അവൾ അയാളെ വിളിച്ചു. ശുഭ വിഷമത്തോടെ യാത്ര പറഞ്ഞപ്പോൾ അയാൾ അവളോട് പറഞ്ഞു, നിനക്കെപ്പോൾ വേണമെങ്കിലും മകളെ കാണാൻ വരാം. എവിടെ വേണമെങ്കിലും അതിനായി ഞാൻ മകളെ കൊണ്ടുവരാം. ഒരിക്കലും മാതാപിതാക്കളും മക്കളും തമ്മിൽ വേർപിരിയാതിരിക്കട്ടെ. അവരെ ആരും വേർപിരിക്കാതിരിക്കട്ടെ. ഇത്രയും പറഞ്ഞ് അയാൾ മകളെയും എടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.